നമസ്കാരം, എല്ലാവർക്കും സൗത്ത് വാച്ച് ആൻഡ് സൈഡിൻ്റെ മറ്റൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ 2 ഓപ്ഷൻസ് കൊടുത്തിരുന്നു. നിങ്ങൾക്ക് ഏത് വാച്ചിനെ കുറിച്ച് അടുത്തത് ഒരു വീഡിയോ വേണമെന്ന്. ഞാൻ ഒരു സീക്കോ സ്പോർട്സിൻ്റെ ഒരു വാച്ച്, ഡൈവർ വാച്ച് പറഞ്ഞിരുന്നു. പിന്നെ സീഗിൾ 1963 എന്ന് പറഞ്ഞിട്ട് വാച്ച് പറഞ്ഞിരുന്നു. അപ്പോൾ കമൻറ്റ് സെക്ഷനിൽ എല്ലാവർക്കും സീഗിൾ 1963യുടെ വാച്ച് കാണാൻ നല്ല താല്പര്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ ഇപ്രാവശ്യം കൊണ്ടുവന്നിരിക്കുന്നത് നമ്മുടെ സീഗിൾ 1963 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മെക്കാനിക്കൽ ക്രോണോഗ്രാഫ് വാച്ചാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു ഹിസ്റ്ററി എന്ന് പറഞ്ഞാൽ നല്ലൊരു ഹിസ്റ്ററി ഉള്ളൊരു വാച്ചാണ്. ഇത് ബേസിക്കലി ഒരു ചൈനീസ് വാച്ചാണ്. ചൈനീസ് ഗവൺമെൻറ് അവരുടെ എയർഫോഴ്സിന് വേണ്ടി, പൈലറ്റ്സിന് വേണ്ടി എന്താ പറയുക, 1963 സമയത്തിൽ അവർ ഇഷ്യൂ ചെയ്തൊരു വാച്ചാണ്. അവർ ഉണ്ടാക്കിയ ഒരു മൂവ്മെൻറ്റ്, അവരത് ഇഷ്യൂ ചെയ്തൊരു വാച്ചാണ്. അപ്പോൾ ബേസിക്കലി ഇതിൻ്റെ മൂവ്മെൻറ്റ് എന്ന് പറയുമ്പോൾ നമുക്കിവിടെ കാണാം, ഇതൊരു ബേസിക്കലി ഒരു മെക്കാനിക്കൽ ക്രോണോഗ്രാഫ് മൂവ്മെൻ്റാണ്. ഒരു കോളം വീൽ ക്രോണോഗ്രാഫാണത്. അപ്പോൾ ഈ പെർട്ടിക്കുലർ മൂവ്മെൻ്റ് എന്ന് പറഞ്ഞാൽ ഒരു വീനസ് 175 എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്വിസ് മൂവ്മെൻ്റ് ഉണ്ട്. അപ്പോൾ ആ കമ്പനീൻ്റെ അടുത്തുനിന്ന് അവർ ഈ മൂവ്മെൻറ്റിനെ പർച്ചേസ് ചെയ്തിരുന്നു. കാരണം ആ സമയത്ത് ആ വീനസ് എന്ന് പറഞ്ഞിട്ടുള്ള കമ്പനിക്ക് വേറൊരു പുതിയ മൂവ്മെൻറ്റ് ഉണ്ടാക്കാനായിട്ട് അവർക്ക് കുറച്ച് ഫണ്ടിൻ്റെ ആവശ്യമുണ്ടായിരുന്നു. അപ്പോൾ അവർ അവരുടെ പ്രീവിയസ് മൂവ്മെൻറ്റ് സെയിൽ ചെയ്യായിരുന്നു. അപ്പോൾ അവർ റഷ്യയുടെ അടുത്തത് സെയിൽ ചെയ്യാൻ നോക്കി. ബട്ട് റഷ്യ ഓൾറെഡി ഒരു മൂവ്മെൻറ്റ് ഓൾറെഡി ആ സമയത്ത് ഉണ്ടാക്കിയിരുന്നു, അവരുടെ ഒരു വേറൊരു ക്രോണോഗ്രാഫ് മൂവ്മെൻറ്റ്. അതുകൊണ്ട് അവരത് അക്സെപ്റ്റ് ചെയ്തില്ല. അപ്പോൾ ചൈന അത് പർച്ചേസ് ചെയ്തു. പിന്നെ ഈ വീനസ് 175 മൂവ്മെൻറ്റിൽ അവർ കുറച്ച് വ്യത്യാസങ്ങൾ വരുത്തി. അവർ ബേസിക്കലി ഒരു 2 ജ്വൽസ് ആഡ് ചെയ്തു. അതിൽ ആ 2 ജ്വൽ ആഡ് ചെയ്തതിന് ശേഷം അവരത് സീഗൾ ST19, പിന്നെ ഇത് 1901 മൂവ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു മൂവ്മെൻറ്റ് ഉണ്ടാക്കി. അതാണ് ബേസിക്കലി നമ്മുടെ സീഗൾ 1963 ഉപയോഗിച്ചിരിക്കുന്ന മൂവ്മെൻറ്റ്. ഒരു 42 മണിക്കൂർ പവർ റിസർവ് ഉള്ള മൂവ്മെൻറ്റാണ്, മെക്കാനിക്കൽ മൂവ്മെൻറ്റാണ്. നമുക്ക് ഈ ഭാഗം വൈൻഡ് ചെയ്യേണ്ടി വരും. പിന്നെ എന്താ പറയുക, ആ പെർട്ടിക്കുലർ മൂവ്മെൻറ്റ് ഇനീഷ്യലി ആ സീഗൾ എന്ന് പറഞ്ഞിട്ടുള്ള കമ്പനി ഒഫീഷ്യലായിട്ട് കൊടുക്കുന്നുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ HMT ചെയ്ത പോലെ തന്നെ അവിടെ തന്നെ ഈ പെർട്ടിക്കുലർ മൂവ്മെൻറ്റ് ആ കമ്പനി ബേസിക്കലി തേർഡ് പാർട്ടി കൊടുക്കാൻ തുടങ്ങി. സോ ബേസിക്കലി നമുക്ക് ഈ സീഗൾ 1963യുടെ വാച്ച് ഇപ്പോൾ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ എന്താ പറയുക, ഒഫീഷ്യലായിട്ടുള്ള നമ്മളെ വെബ്സൈറ്റിൽ നിന്ന് നോക്കുകയാണെങ്കിൽ ഒരു $300-400 അത് ബേസിക്കലി ഒരു 40,000-50,000 റുപ്പീസ് വരും. പിന്നെ ഈ സെയിം മൂവ്മെൻറ്റ്, സെയിം മാനുഫാക്ചറിങ് എല്ലാം ചെയ്തിട്ടുള്ളത്, പക്ഷേ തേർഡ് പാർട്ടി വെൻഡേഴ്സിൻ്റെ അടുത്ത് നിന്ന് നമുക്കതൊരു 20,000 അണ്ടറിൽ നമുക്ക് ഓൾസോ ബൈ ചെയ്യാൻ പറ്റും. കംപ്ലീറ്റ്ലി ഒത്തൻറ്റിക് ആയിരിക്കും, ദർ നോ വേരിയേഷൻ. കാരണം ഇത് ഉപയോഗിക്കുന്ന കേസും എല്ലാം സെയിം ആയിരിക്കും. സോ ബേസിക്കലി ഇത് റിയൽ ഒത്തൻറ്റിക് 1963 സമയത്ത് ഇറക്കിയിരുന്നതിൽ അതിലൊരു അക്രലിക് ഗ്ലാസ് ആയിരുന്നു, ഒരു ഡോം ഗ്ലാസ് ആയിരുന്നു. ഈ ബെസൽ നിങ്ങളിവിടെ കാണില്ലേ, മെറ്റൽ, അതുണ്ടായിരുന്നില്ല. അത് കംപ്ലീറ്റ്ലി ഡോംഡ് ആണ്. പിന്നെ ഇപ്പോൾ ഞാനിപ്പോൾ ഈ പർച്ചേസ് ചെയ്തിരിക്കുന്നത് അവരുടെ ഒരു വേറെ, ഇപ്പോൾ അവർ പല പല രീതിയിൽ ഇരിക്കുന്നുണ്ട്, പല പല കളേഴ്സിൽ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഇത് ഞാൻ പർച്ചേസ് ചെയ്തത് ഒരു സഫയർ ഗ്ലാസ് വെച്ചിട്ട്. കാരണം അക്രലിക്കിനെക്കാളും കുറച്ചും കൂടി നമുക്ക് സ്ക്രാച്ച് റെസിസ്റ്റൻ്റ് ഒക്കെ എപ്പോഴും സഫയർ ഗ്ലാസ് ആണ്. അപ്പോൾ ഇതിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാം, നല്ലൊരു ബ്യൂട്ടിഫുൾ ഒരു ഡൾ ഗോൾഡൻ ഡയലാണ് ഇതിരിക്കുന്നത്. ഒരു സാൻഡ് ബ്ലാസ്റ്റഡ് എഫക്റ്റ് ഉണ്ട് അതിന്. പിന്നെ നിങ്ങൾക്ക് ആ നമ്പേഴ്സ്, ന്യൂമറിക്കൽസ് ചെയ്തേക്കുന്നതെല്ലാം ഒരു ഗോൾഡ് എംബോസ്ഡ് ആണ്. നല്ല ഭംഗിയുള്ളൊരു വാച്ചാണ് ബേസിക്കലി. ഇത് ഈ സൺലൈറ്റിലൊക്കെ ഇത് അടിക്കുമ്പോൾ നല്ല രസമാണ് കാണാനായിട്ട്. പിന്നെ നിങ്ങൾക്ക് ആ ഒരു സ്റ്റാർ കാണാം. പിന്നെ 21 ഷ്വാൻ എന്ന് കാണിക്കുന്നുണ്ട്. അത് ബേസിക്കലി 21 ജ്വൽസ് എന്നുള്ളതിൻ്റെ ചൈനീസിൽ അവർ എഴുതിയിരിക്കുന്നതാണ്. പിന്നെ ഈ ചുവന്ന ഹാൻഡ് നിങ്ങൾ കാണുന്നത് അത് സെക്കൻഡ്സ് ഹാൻഡ് അല്ല, അത് നമ്മുടെ ക്രോണോഗ്രാഫിൻ്റെ ഹാൻഡാണ്. നമ്മുടെ സെക്കൻഡ്സ് ഹാൻഡ് ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ഈ ചെറിയൊരു ഡയൽ പീസിൻ്റെ ഉള്ളിലാണ് നമുക്ക് സെക്കൻഡ്സ് ഹാൻഡ് പോകുന്നത് കാണാൻ പറ്റുന്നത്. ഈ റൈറ്റ് സൈഡിലുള്ള ആ പെർട്ടിക്കുലർ കോളം ബേസിക്കലി നമ്മുടെ ക്രോണോഗ്രാഫ് ടൈം കാണിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ഈ ഒരു ബട്ടനാണ് ക്രോണോഗ്രാഫ് സ്റ്റാർട്ട് സ്റ്റോപ്പ് ബട്ടൺ. ഇത് റീസെറ്റ് ബട്ടൺ അടിയിലുള്ളത്. അപ്പോൾ ഞാനിപ്പോൾ ഈ ബട്ടൺ ഞെക്കിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ക്രോണോഗ്രാഫ് സ്റ്റാർട്ടാവും. ഒരു നല്ല ഹൈ ബീറ്റ് ഫ്രീക്വൻസി ഉള്ള ഒരു മൂവ്മെൻ്റ് ആണത്. നിങ്ങൾക്ക് ആ ശബ്ദം കേട്ടാൽ ശ്രദ്ധിക്കാൻ പറ്റും. എന്നിട്ട് എനിക്ക് ഈ ക്രോണോഗ്രാഫ് എനിക്ക് സ്വിച്ച് ഓഫ് ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ ഇത് പിന്നെയും ഒന്നുകൂടി ഞെക്കും. അപ്പോൾ അത് ഓഫാവും. പിന്നെ അത് റീസെറ്റ് ചെയ്യാനായിട്ട് ഞാൻ ഈ ബട്ടൺ ഞെക്കും. അപ്പോൾ അത് ഓട്ടോമാറ്റിക്കലി റീസെറ്റ് ആവും. അങ്ങനെയാണ് ഈ മെക്കാനിക്കൽ ക്രോണോഗ്രാഫ് വർക്ക് ചെയ്യുന്നത്. നിങ്ങൾ പലരും ക്രോണോഗ്രാഫ് കണ്ടിട്ടുണ്ടാവും, പക്ഷേ എല്ലാ ക്രോണോഗ്രാഫ്സും യൂഷ്വലി ക്വാർട്സ് വേരിയൻ്റ് ആയിരിക്കും. മെക്കാനിക്കൽ ക്രോണോഗ്രാഫ് എന്ന് പറയുന്നത് അത് ആക്ച്വലി ഒരു ഡിഫിക്കൾട്ട് മൂവ്മെൻ്റ് ആണ്. കാരണം നമുക്ക് നോർമലായിട്ട് ക്വാർട്സ് വെച്ച് നമുക്ക് ടൈം ചെയ്യണ പോലെ നമുക്കൊരു മെക്കാനിക്കൽ ഫുൾ ഗിയർസും ഇതെല്ലാം വെച്ചിട്ടൊരു ക്രോണോഗ്രാഫ് ടൈം ചെയ്യണത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ
ഒരു മെക്കാനിക്കൽ ക്രോണോഗ്രാഫ് അവർ ഇത്രയും നല്ലൊരു രീതിയിൽ ഈ ഒരു പ്രൈസ് പോയിന്റിൽ, കാരണം വേറെ ഏത് ബ്രാൻഡ് എടുക്കുകയാണെങ്കിലും നമുക്കൊരു മെക്കാനിക്കൽ ക്രോണോഗ്രാഫിന് ഒരിക്കലും ഈ അഫോർഡബിൾ റേഞ്ചിൽ കിട്ടില്ല. നമുക്ക് അത് എന്താ പറയുക, ഒരു 70,000 1,00,000 ഒക്കെ വരുന്ന കമ്പനികളും ഉണ്ട്. അപ്പോൾ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അവർ ഈ ഒരു ബ്യൂട്ടിഫുൾ വാച്ച് ഉണ്ടാക്കാൻ പറ്റിയത് അത് ബേസിക്കലി അവരുടെ ഒരു വാച്ച് മേക്കിംഗ് ഹിസ്റ്ററിയുടെ ഒരു ഭാഗമായിട്ട് തീരാനാണ്. അവരത് നല്ല രീതിയിൽ പെർഫെക്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ ഇതിൽ വരണത് നമുക്ക് ഒന്നെങ്കിൽ ഏത് സ്ട്രാപ്പ് വേണമെങ്കിലും ഉപയോഗിക്കാം. ഇതിന് എനിക്കിഷ്ടം ഈ നാറ്റോ സ്ട്രാപ്പാണ്. നാറ്റോ സ്ട്രാപ്പ് എപ്പോഴും ഒരു ഫീൽഡ് സ്ട്രാപ്പ് പോലത്തെ ഒരു സ്ട്രാപ്പാണ്. അപ്പോൾ ബേസിക്കലി ഇതൊരു എയർഫോഴ്സിന് വേണ്ടി അവർ ഉണ്ടാക്കിയതായതുകൊണ്ട് നമുക്ക് ഈ ഒരു സ്ട്രാപ്പ് ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ ആ ഒരു എന്താ പറയുക, ഒരു ഫീൽഡ് വാച്ച് എന്നുള്ള ആ ഒരു ബ്യൂട്ടി നമുക്ക് കാണിക്കാൻ പറ്റും. ബട്ട് അപ്പാർട്ട് ഫ്രം ദിസ് നമുക്ക് വേണമെങ്കിൽ ഏത് ലെതർ സ്ട്രാപ്പോ എന്ത് വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. ഈസിലി നമുക്കിത് നാറ്റോ സ്ട്രാപ്പ് റിമൂവ് ചെയ്യാനും പറ്റുന്നതാണ്. അപ്പോൾ ഈ വാച്ചിൻ്റെ ഈ പെർട്ടിക്കുലർ എന്താ പറയുക വേരിയൻ്റ് ഉണ്ട്. പിന്നെ ഇപ്പോൾ സീഗൾ കുറേ ഡിഫറെൻറ്റ് ടൈപ്സ് ഇറക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ അത് ഞാൻ സീഗളിൻ്റെ വെബ്സൈറ്റ്, ഞാൻ ഒഫീഷ്യൽ വെബ്സൈറ്റ് ഞാൻ വേണമെങ്കിൽ അടിയിൽ കൊടുക്കാം. അപ്പോൾ ഇതാണ് സീഗൾ 1963 എന്ന് പറഞ്ഞിട്ടുള്ള നിങ്ങൾക്ക് ആഗ്രഹപ്പെട്ട ഈ വാച്ച്. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഇപ്പോൾ ഈ ക്രോണോഗ്രാഫിൻ്റെ ബാക്ക് സൈഡ് ഞാനിപ്പോൾ കാണിച്ചു തരാം. ഞാൻ ഈ ക്രോണോഗ്രാഫിൻ്റെ ബാക്കിൽ ഈ നാറ്റോ സ്ട്രാപ്പ് ജസ്റ്റ് ഒന്ന് ഒരു സൈഡിലോട്ട് മാറ്റി നിങ്ങൾക്കപ്പോൾ ഈ മൂവ്മെൻ്റ് ഒന്ന് കാണാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് നോക്കി. എന്ത് ഭംഗിയുള്ളൊരു മൂവ്മെൻറ്റാണ് അവർ പെർഫെക്റ്റ് ചെയ്തെടുത്തിരിക്കുന്നത്. ബേസിക്കലി ഇതൊരു നിങ്ങളൊരു വീനസ് മൂവ്മെൻറ്റ് നിങ്ങൾ നോക്കിയിട്ടുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് അതേപോലെ തന്നെ ഇരിക്കും. പക്ഷേ ഒബ്വിയസ്ലി അവർ കുറച്ച് മോഡിഫിക്കേഷൻസ് നടത്തിയിട്ടുണ്ട്. ഒരു സ്വാൻ നെക്ക് മൂവ്മെൻറ്റാണ് അവിടെ അതിൻ്റെ ആ ക്രോണോഗ്രാഫിൻ്റെ ആ ഹിറ്റർ അവിടെ ഇരിക്കുന്നത്. റിയലി ബ്യൂട്ടിഫുൾ ഗിയർ സിസ്റ്റം, അതിൻ്റെ ആ ഓരോ ആ ബാലൻസ് വീലും, പിന്നെ നിങ്ങൾക്ക് ഈ കോളം വീൽ ഇവിടെ കാണാം. അതാണ് നമ്മുടെ ക്രോണോഗ്രാഫിൻ്റെ കോളം വീൽ. അപ്പോൾ ഞാൻ ബേസിക്കലി ഇപ്പോൾ ഈ ക്രോണോഗ്രാഫ് ഞാൻ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാം ആ കോളം വീൽ പതുക്കെ കിടന്ന് റൊട്ടേറ്റ് ചെയ്യാൻ തുടങ്ങും. അതാണ് നമുക്ക് ബേസിക്കലി ഈ ക്രോണോഗ്രാഫിന് ടൈം ചെയ്യാൻ പറ്റുന്ന കോളം വീൽ. അപ്പോൾ അതെല്ലാം ഈ ഒരു കംപ്ലീറ്റ് ഗിയർ സിസ്റ്റംസാണ് ഈ ഫുൾ ക്രോണോഗ്രാഫിനെ കൺട്രോൾ ചെയ്യുന്നത്. അത് ഭയങ്കര ഡിഫിക്കൽട്ട് ഒരു കാര്യമാണ്. അത് വാച്ച് മേക്കിംഗ് ഇൻഡസ്ട്രിയിൽ ഇതേപോലത്തെ ഒരു കോംപ്ലിക്കേഷൻസ് കൊണ്ടുവരാനായിട്ട് പല പല കോംപ്ലിക്കേഷൻസ് ഉണ്ട്. അതിനെക്കുറിച്ച് നമുക്ക് പിന്നെയും വേറൊരു വീഡിയോയിൽ സംസാരിക്കാം. നമുക്ക് കലണ്ടർ സിസ്റ്റംസിൻ്റെ പല പല കോമ്പിനേഷൻസ് ഉണ്ട്, അല്ലെങ്കിൽ കോംപ്ലിക്കേഷൻസ് ഉണ്ട്. പിന്നെ എന്താ പറയുക, വേറെ കുറേ കാര്യങ്ങൾ നമുക്ക് സെലസ്റ്റിയൽ കലണ്ടർ, പിന്നെ പെർപച്വൽ കലണ്ടർ, പിന്നെ അതേപോലെ പല ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മോഡിഫിക്കേഷൻസും പല ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കോംപ്ലിക്കേഷൻസ് വാച്ച് മേക്കിങ്ങിൽ കൊണ്ടുവരാം. അതാണ് വാച്ച് മേക്കിങ്ങിനെ ഒരു ആർട്ടാക്കി മാറ്റുന്നത്. അതാണ് അതിനെ ഒരു പ്രത്യേകതരം എന്താ പറയുക, ഇത്രയും നമ്മൾ കാശ് കൊടുക്കുന്നത് അല്ലെങ്കിൽ ഇത്രയും എക്സ്പെൻസീവ് ആവുന്നത് അതുകൊണ്ടാണ്. കാരണം ഇറ്റ്സ് നോട്ട് എ ഈസി തിങ്. ഇത് വളരെ ഡിഫിക്കൽട്ടായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ഇറ്റ്സ് ബേസിക്കലി ഒരു ആർട്ടും എൻജിനീയറിങ്ങും എല്ലാം കൂടി ചേർന്ന ഒരു നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു കാര്യമാണത്. സോ ഇതാണ് സീഗൾ 1963 വാച്ച്. നിങ്ങൾക്കപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ കരുതുന്നു. അടുത്ത വീഡിയോയിൽ ഏത് വാച്ചിനെ കുറിച്ച് സംസാരിക്കണമെന്ന് നിങ്ങൾക്ക് കമൻസിൽ കൊടുക്കാം. എനിക്കറിയാം കുറേ പേര് കുറേ വാച്ചുകളുടെ കമൻസ് കൊടുത്തിട്ടുണ്ട്. എനിക്കത് ചെയ്യണേൽ ബുദ്ധിമുട്ടില്ല, പക്ഷേ തൽക്കാലം ആ വാച്ചുകൾ എൻ്റെ കയ്യിലില്ല. സോ ഐ എം ട്രൈങ് ടു ഗെറ്റ് ദോസ് വാച്ചസ്. ആ വാച്ച് എൻ്റെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ ദെൻ എനിക്കൊരു ഹാൻഡ്സ് ഓൺ കമൻറ്റ് കൊടുക്കാൻ പറ്റും. പിന്നെ ജസ്റ്റ് അതിനെക്കുറിച്ച് സംസാരിക്കുന്നതിനേക്കാളും എനിക്കിഷ്ടം ഞാനത് ഉപയോഗിച്ചിട്ട് എനിക്കതിനെക്കുറിച്ച് മനസ്സിലാക്കി നിങ്ങൾക്ക് നല്ല രീതിയിൽ പറഞ്ഞു തരാം. കാരണം എൻ്റെ കയ്യിലുള്ള ഈ കളക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു സ്റ്റാർട്ടർ കളക്ഷനാണ്. ഞാൻ പ്രോബബ്ലി ഒരു കഴിഞ്ഞ 5 വർഷത്തിൽ കളക്ട് ചെയ്തിട്ടുള്ള വാച്ചസാണ്. അപ്പോൾ ഞാനിതിൽ വളരെ ന്യൂ ആണ്. ഞാനിതിൽ എന്താ പറയുക, ഇൻട്രസ്റ്റ് എനിക്കിപ്പോൾ ഞാൻ വളർത്തിക്കൊണ്ട് വരികയാണ്. ഞാൻ അത്ര എക്സ്പേർട്ടൊന്നുമല്ല, ബട്ട് ഐ എം ട്രൈങ് മൈ ബെസ്റ്റ്. സോ എല്ലാവരും ഈ സപ്പോർട്ട് ഇനിയും തരിക. എനിക്കറിയാം എൻ്റെ മറ്റേ യൂട്യൂബ് വീഡിയോയിൽ കമൻറ്റ്സ് ആർ ഓൾവേസ് ഫിൽഡ് വിത്ത് ക്വസ്റ്റ്യൻസ്. ആൻഡ് എനിക്കത് നല്ല ഇഷ്ടമാണ്. ഞാൻ ഏറ്റവും പെട്ടെന്ന് ഞാൻ ആ കമൻറ്റ്സ് എപ്പോഴും ഞാൻ റിപ്ലൈ ചെയ്യാൻ നോക്കാറുണ്ട്. ഇനിയും നിങ്ങൾ കമൻറ്റ്സ് അയക്കാൻ ഞാൻ എപ്പോഴും അവൈലബിൾ ആണ്. ഞാൻ എപ്പോൾ വേണമെങ്കിലും നിങ്ങളുടെ ഡൗട്ട്സ് എപ്പോഴും ക്ലിയർ ചെയ്യാറുണ്ട്. പിന്നെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഈ ഒരു ഫാമിലീനെ വളർത്തിക്കൊണ്ടുവരാനായിട്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത പ്രാവശ്യം പുതിയൊരു വാച്ചായിട്ട് ഞാൻ തിരിച്ചു വരും. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം വരും.